നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും സ്വീകരിക്കുകയും അതുവഴി റയ്യാൻ കവാടം സമ്മാനമാകുകയും നമ്മൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. റമദാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ വഴി അള്ളാഹുവിനെ നേരിട്ട് കണ്ടുമുട്ടാൻ കഴിയുന്ന മഹാ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട ഒരു ഭാഗം, ലോകത്തെ ഏറ്റവും വലിയ പരാജയം സത്യത്തിൽ എന്താണ്? നമ്മൾ അനുഭവിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം യഥാർത്ഥത്തിൽ എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഗൗരവമായ അസഹനീയമായ അവസ്ഥ എന്താണ്? അത് നമ്മുടെ കച്ചവടത്തിലുള്ള നഷ്ടമോ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണമോ, നമ്മുടെ മക്കൾ ഏതെങ്കിലും ഉന്നതമായ ഒരു പരീക്ഷയിൽ വിജയിക്കാൻ കഴിയാത്തതോ, നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന അസുഖങ്ങളോ വിവാഹമോചനങ്ങളോ ഒന്നുമല്ല. അതെല്ലാം വ്യത്യസ്തങ്ങളായ സങ്കടങ്ങളാണ്, ദുഃഖങ്ങളാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ സങ്കടം എന്താണ്? അത് അള്ളാഹുവിൻ്റെ കോടതിയിൽ, മഹ്ശറയിൽ കോടാനുകോടി മനുഷ്യരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന സമയം അതിശക്തമായ സൂര്യന്റെ ചൂടുകൊണ്ട് കണങ്കാലുവരെയോ, മുട്ടുവരെയോ, അരവരെയോ, കഴുത്തുവരെയോ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് അള്ളാഹുവിൻ്റെ വാക്കിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയം എന്തായിരിക്കും അള്ളാഹു എൻ്റെ മേൽ വിധിക്കുക എന്നാലോചിച്ച് ഭയചകിതനായി മറ്റൊരാളെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാതെ അല്ലാഹുമ്മ സല്ലിംനി, അല്ലാഹുമ്മ സല്ലിംനി, അല്ലാഹുമ്മ സല്ലിംനി, അല്ലാഹുവേ നീ എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് മനസ്സിന്റെ അകത്തളത്തിൽ നിന്ന് അറിയാതെ ചുണ്ടുകളിലൂടെ പ്രാർത്ഥനയായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന പരിപൂർണ നഗ്നനായി നമ്മൾ നിൽക്കുന്ന സമയം ബോധ്യപ്പെടുകയാണ് നമ്മളൊന്നുമല്ല.
തിരിച്ചറിയുകയാണ് നമ്മളാരുമല്ല. അംഗീകരിക്കുകയാണ് നമ്മൾക്കൊന്നിനും കഴിയില്ല. അല്ലാഹുവിന്റെ മുന്നിൽ അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ പരമദരിദ്രനായി, ഒന്നും ചെയ്യാൻ കഴിയാതെ, ഒരു വാക്ക് മിണ്ടാൻ കഴിയാതെ, ഒരക്ഷരം മൊഴിയാൻ കഴിയാതെ, ഒരു കാലടി മുന്നോട്ട് വെക്കാൻ കഴിയാതെ ഭയചകിതനായി നിൽക്കുന്ന സമയത്ത് അല്ലാഹു ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിന്നാർ, ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിന് വേണ്ടി അല്ലാഹു പറഞ്ഞയക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകളെ നരകത്തിലേക്കും അല്ലാഹു പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ പേര് വിളിച്ച് നീ നരകാവകാശിയാണ് എന്ന് നമ്മൾ കേൾക്കുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, അതിനേക്കാൾ ഭയാനകമായ ഒന്നും ഈ ലോകത്തില്ല. നമ്മുടെ പേര് വിളിച്ചിട്ട് അല്ലാഹു പറയാൻ നീ നരകത്തിലേക്കാണ് പോകേണ്ടത് എന്നെങ്ങാനും പറഞ്ഞാൽ, നിനക്ക് ഇടത് കൈയിലൂടെയാണ് ഗ്രന്ഥം നൽകുന്നത് എന്നെങ്ങാനും അല്ലാഹു പറഞ്ഞാൽ, സഹോദരങ്ങളെ, അതിനേക്കാൾ വലിയൊരു ദുരന്തം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കാനില്ല. എന്തുകൊണ്ടാണ്? അതോടുകൂടി ജീവിതം കഴിഞ്ഞു. അതോടുകൂടി ഇതുവരെ ജീവിച്ചതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാത്തത്രയും ഭയാനകത നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. എന്തുകൊണ്ടാണ്? അന്നു മുതൽ ആ ഒരു വാക്കിന് ശേഷം പിന്നീട് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ഇന്ന് വരെ ലോകത്ത് നമ്മൾക്ക് പരിചയമില്ലാത്ത ദുരന്തങ്ങളാണ്. സഹോദരങ്ങളെ, നമ്മുടെ അങ്ങാടിയിൽ നട്ടുച്ച വെയിലത്ത് കാലിൽ ചെരുപ്പില്ലാതെ ടാറിട്ട റോട്ടിൽ എത്ര മിനിറ്റ് നമ്മൾക്ക് നിൽക്കാൻ കഴിയും? മനസ്സിൽ ആലോചിച്ചു നോക്കൂ. നമ്മുടെ അങ്ങാടിയിൽ 10 മിനിറ്റെങ്കിലും നട്ടുച്ച വെയിലത്ത് കാലിൽ ചെരുപ്പിടാതെ നമ്മൾക്കും കുട്ടികൾക്കും നിൽക്കാൻ കഴിയുമോ? ഇല്ല എന്നതാണ് ഉത്തരം. കാലിന്റെ അടിഭാഗത്ത് പൊള്ളല് വരും. 10 മിനിറ്റുള്ളിൽ ശരീരത്തിൽ ചൂട് വന്നിട്ട് ശരീരം പൊള്ളാൻ തുടങ്ങും. നമ്മൾ പോകും, കാല് ഉറച്ചു വെക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഏതെങ്കിലും ഒരു വീട്ടിന്റെ ഭാഗത്ത് ഗ്യാസ് പൊട്ടിത്തെറിച്ച് തീ ആളിപ്പടർന്നാൽ അതിന്റെ അടുത്ത് നമ്മൾക്ക് 5 മിനിറ്റ് നിൽക്കാൻ കഴിയുമോ? ഇല്ല എന്നതാണ് നമ്മുടെയൊക്കെ ഉത്തരമെങ്കിൽ, ലോകത്തെ ഏറ്റവും വലിയ, ദുനിയാവിലെ ഏറ്റവും വലിയ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടാണ്, നമ്മൾ നരകത്തിലാണ് എന്നെങ്ങാനും അല്ലാഹു പറഞ്ഞാൽ അതിനുശേഷം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ഒരു ചെറിയ മുട്ടുസൂചി ശരീരത്തിലേക്ക് കയറുന്നത് ഭയമുള്ള നമ്മൾക്ക്, ഒരു പ്ലാസ്റ്റിക്കിന്റെ സഞ്ചി മെഴുകുതിരിയുടെ തീനാളത്തിൽ അവിടെ കിടന്ന് കരിയുകയും എന്നിട്ട് ശരീരത്തിലേക്ക് ഉറ്റിയുറ്റി വീഴുകയാണെങ്കിൽ ആ ശരീരത്തിൽ നിന്ന് പ്ലാസ്റ്റിക്കിന്റെ സഞ്ചിയുടെ തീ പടർന്ന ഭാഗമെങ്ങാനും എടുത്തു മാറ്റുമ്പോ തൊലിയുടെ മുകൾ ഭാഗം പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാത്ത നമ്മൾക്ക്, ഒരു സിഗരറ്റിന്റെ കത്തിച്ചതിന്റെ അഗ്രഭാഗം അറിയാതെ കണ്ണിൽ കൊള്ളുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത നമ്മുടെ ശരീരത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചൂടിനേക്കാളും 69 ഇരട്ടിയുള്ള ചൂട് അല്ലാഹു സത്യനിഷേധികൾക്ക് വേണ്ടി, കുറ്റവാളികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുക. ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിലും, ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും 1000 വേദനയോടുകൂടി ആർത്തിരമ്പി വരുന്ന കല്ലാ ഇന്നഹാ ലവ്വാ നസ്സാഅത്തുൽ ലിശവാ, കല്ലാ, വിശ്വാസികളെ, നമ്മുടെ ഭാവനയിൽ കാണുന്ന പോലെയല്ല. നമ്മളെങ്ങാനും എടാ ഇസ്ലാമികമായി ജീവിക്കണം കേട്ടോ എന്ന് പറയുമ്പം, കുറച്ചു കഴിഞ്ഞിട്ടൊക്കെ പോരെ എന്ന് പറയുമ്പം, അഥവാ നരകത്തിലേക്ക് ഇട്ടാലോ പടച്ചോ എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത പോലെയല്ല. കല്ല, അല്ല. ഇന്നഹാ ലവ്വാ, ആർത്തിരമ്പി വരുന്ന തീജ്വാലകനാണ് അല്ലാഹു സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. നസ്സാഅത്തുൽ ലിശവാ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ തലയോട്ടി പോലും, തുടയല്ല് പോലും സെക്കൻഡുകൾ കൊണ്ട് വെള്ളമാകുമാറ് ഭയാനകമായ തീജ്വാലകളാണ്. നാറുല്ലാഹിൽ മൂഖദ,
ശരീരത്തിന്റെ മാംസങ്ങളിലേക്ക് തുളച്ചു കയറുന്ന വേദനയാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. തത്വരിഉ അലൽ അഫ്ഇദ, ഹൃദയത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കുമാറ് തൊലികളിൽ നിന്ന് ഹൃദയത്തിനകത്തേക്ക് കുത്തിക്കയറുന്ന തീജ്വാലകളാണ് അള്ളാഹു സത്യനിഷേധികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫത്തഖുന്നാർ, വിശ്വാസികളെ നരകത്തെ നമ്മൾ അതിശക്തമായി പേടിക്കണം. കൊറോണ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴുള്ള പേടി പോലെയല്ല. അല്ല, കച്ചവടത്തിന് നഷ്ടം വരുന്നുണ്ട് എന്ന് പറയുമ്പോഴുള്ള പേടി പോലെയല്ല. ഈ രാജ്യത്തിന്റെ ഭരണം തീവ്രവാദികളുടെ കൈകളിൽ പെടും എന്ന് പറയുമ്പോഴുള്ള ഭീതി പോലെയല്ല. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വാസികളെ, മനുഷ്യരെ, നിങ്ങൾ സൂക്ഷിക്കണം. ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. എന്തേ കാരണം? ആ നരകത്തിൽ അല്ലത്തി വഖൂദുഹന്നാസ് വൽ ഹിജാറ, നരകത്തിൽ അള്ളാഹു കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനം ഗ്യാസ് പോലെ, മണ്ണെണ്ണ പോലെ, വിറക് പോലെ അള്ളാഹു നരകത്തിന്റെ ഇന്ധനമായി അള്ളാഹു ഉപയോഗിക്കുന്നത് വലിയ വലിയ പാറക്കഷ്ടങ്ങളെയാണ്. നമ്മുടെ ചുറ്റുഭാഗത്ത് കാണുന്ന വലിയ വലിയ മലകളെയാണ്. ആ മലകൾ നരകത്തിനകത്തേക്ക് അള്ളാഹു ഇടുമ്പോഴേക്കും അത് കത്തിദ്രവിച്ച് ചാരമായി സെക്കൻഡുകൾ കൊണ്ട് പുറത്തേക്ക് ഇങ്ങോട്ട് തെറിക്കും. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഒരു പാറയുടെ 10,000-ൽ 1 ഭാഗം പോലും ശരീരത്തിന് കട്ടിയില്ലാത്ത ഏതെങ്കിലും ഒരു വാതിലിന്റെ ഇടയിൽ ചെറുവിരൽ കുടങ്ങിയാൽ അവിടെ ഒരാഴ്ചക്ക് നെക്കിയാൽ വേദന വരുന്ന ഏതെങ്കിലും ഒരു ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്താൽ അവിടെ 2 ദിവസത്തിന് തൊടാൻ സമ്മതിക്കാത്ത അത്രയും മാർദ്ദവുമുള്ള നമ്മുടെ ശരീരം പാറ പൊട്ടിയിടത്താണ്, മല പൊട്ടിയിടത്താണ്, വലിയ വലിയ കല്ലുകൾ പൊട്ടിയിടത്താണ് നമ്മളെ കൊണ്ടുപോയി വെക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഫത്തഖുന്നാർ അല്ലത്തി വഖൂദുഹന്നാസ് വൽ ഹിജാറ, അള്ളാഹു ഇന്ധനമായി നരകത്തിൽ ഉപയോഗിക്കുന്നത് മനുഷ്യരെയും വലിയ വലിയ പാറകളെയും കല്ലുകളെയുമാണ് എന്നാണ്. സഹോദരങ്ങളെ, ആ ഭയാനകമായ നരകത്തിൽ നമ്മൾ എത്തിപ്പെടുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരാജയം. ദാലിക ഖുസ്റാനുൻ മുബീൻ, അതാണ് ഏറ്റവും വലിയ ദുരന്തം. വസാഅ സബീല, അതാണ് ലോകത്തെ ഏറ്റവും മ്ലേച്ഛകരമായ സ്ഥലം, മാലിന്യമുള്ള സ്ഥലം, ദുർഗന്ധമുള്ള സ്ഥലം, ലോകത്തെ ഏറ്റവും വൃത്തികെട്ട സ്ഥലം ഒരാൾ നരകത്തിലേക്ക് എത്തുക എന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എങ്കിൽ വിശ്വാസികളായ നമ്മൾ ആലോചിക്കേണ്ടത്, ആ നരകത്തിൽ ആരെയാണ് അള്ളാഹു പ്രവേശിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രവേശിപ്പിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന ആളുകളെ അള്ളാഹു പറയുന്നത് അവർ മുജ്രിമീങ്ങളാണ്, അവർ ളാലിമീങ്ങളാണ്, അവർ മുസ്തക്ബിരീങ്ങളാണ്, അവർ മുദ്നിബീങ്ങളാണ്, അവർ അള്ളാഹുവിനെ ധിക്കരിച്ചു ജീവിച്ച് മരിച്ചവരാണ്, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾക്കെതിരായി ജീവിച്ച് മരണപ്പെട്ടു പോയവരാണ്, അവർ തെറ്റിൽ മുഴുകി ജീവിച്ച് മരിച്ചു പോയവരാണ്, അവർ പാപങ്ങളിൽ ജീവിതം മുഴുകി അവസാനം വരെ ജീവിച്ചു മരിച്ചു പോയവരാണ്. സഹോദരങ്ങളെ, ആർക്കാണ് അള്ളാഹു ഒരുക്കി വെച്ച നരകമെന്നറിയുമോ? അള്ളാഹു പറഞ്ഞ വാക്കുകൾക്കെതിരായി ജീവിച്ച് പിന്നീട് അള്ളാഹു അവസരങ്ങൾ നൽകിയിട്ടും അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങാതെ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കാണ് നരകമുള്ളത്. ആർക്കാണ്? തെറ്റുകൾ മനുഷ്യന് പറ്റും, സ്വാഭാവികമാണ്, നമ്മൾ മനുഷ്യരാണ്. കുല്ലു ബനി ആദം ഖത്താഉൻ, നമ്മൾക്കെല്ലാവർക്കും ജീവിതത്തിൽ ചെറുതും വലുതുമായ പാപങ്ങൾ പറ്റും. പക്ഷേ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, തെറ്റുകൾ പറ്റുന്നവരിൽ അള്ളാഹു പുറത്തു തരുന്നത്, അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്, അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് ആ പാപത്തിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്തു മടങ്ങിയവരെ മാത്രമാണ്. സഹോദരങ്ങളെ, റമദാൻ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. റമദാനിന്റെ മുമ്പ് അഹിലം റമദാൻ പ്രഭാഷണം മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയ ഒരു വാചകമുണ്ട്. ഈ റമദാനോടുകൂടി നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളും നമ്മൾ കഴുകിക്കളയണം. എന്തേ കാരണം? പാപവുമായി നമ്മൾക്ക് ആളുകളുടെ മുന്നിലേക്ക് പോകാം, പക്ഷേ പാപവുമായി അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ ഖൽബുൻ സലീമായി മാറണം, ഹൃദയം പവിത്രമാകണം. ആ ഹൃദയത്തിൽ പാപത്തിന്റെ കറകൾ ഉണ്ടാകാൻ പാടില്ല. ആ ഹൃദയത്തിൽ നരകത്തിലേക്ക് പോകുന്ന കുറ്റകൃത്യങ്ങളുടെ കറകൾ ഉണ്ടാകാൻ പാടില്ല. അതില്ലാതെ വേണം മരിച്ചു പോകാൻ.
അതിനുവേണ്ടി റമളാനിനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് റമളാനിന്റെ മുമ്പ് മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. സഹോദരങ്ങളെ, എന്തേ അതിന് കാരണമെന്നറിയുമോ? അൽ മആസി, തെറ്റുകുറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ. സിൽസിലത്തുൻ ഫീ ഉനുഖി അൽ ആസി, കുറ്റവാളിയുടെ കഴുത്തിലൂടെ ഇടുന്ന ബലിഷ്ഠമായി മുറുക്കിയ ചങ്ങലകളാണ് ഓരോ പാപങ്ങളും. ലാ യുഫിക്കുഹു മിൻഹാ ഇല്ലാ ഇസ്തിഗ്ഫാരിൻ വ തൗബത്തിൻ, അവന്റെ ശരീരത്തിൽ കുരുക്കിയിട്ടുള്ള ആ ചങ്ങലക്കെട്ടുകൾ അത് അഴിക്കാൻ കഴിയുന്നത് ഇസ്തിഗ്ഫാർ കൊണ്ടും തൗബ കൊണ്ടും മാത്രമാണ്. സഹോദരങ്ങളെ, ഒരു കാര്യം അറിയുക, പാപവുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഖൽബുൻ സലീമുമായി വരുന്നവനെ സ്വർഗമുള്ളൂ. ആരാണ് ഖൽബുൻ സലീമുമായി വരുന്നവൻ? പാപമില്ലാത്തവനായി വരുന്നവൻ. സഹോദരങ്ങളെ, അതിനല്ലാഹു നമ്മൾക്ക് നിശ്ചയിച്ചതാണ് തൗബ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അവസാനം തീരാനിരിക്കുന്ന റമളാനിന്റെ അവസാനത്തിൽ ഇത് പറയുന്നത്. തൗബ എന്നുള്ളത് നമ്മൾ ജനിച്ച അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഓരോ നമസ്കാരത്തിന് ശേഷവും ഞാൻ അള്ളാഹുവിനോട് തൗബ ചോദിക്കുന്നുണ്ട് എന്നതാണ്. അതുവഴി എന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നുണ്ട് എന്നതാണ്. സഹോദരങ്ങളെ, അള്ളാഹു നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, അള്ളാഹു നമ്മളോട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം എന്നല്ല. പടച്ചോനെ എന്റെ പാപങ്ങൾ നീ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം എന്നല്ല. അള്ളാഹുവേ എന്റെ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കണമെന്നല്ല. ഉസ്താദുമാര് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ എന്ന് പറയണമെന്നല്ല. അതൊക്കെ ജീവിതത്തിൽ നടക്കുന്നതാണ്. പക്ഷേ അള്ളാഹു നമ്മളോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നമ്മൾ നിർവഹിക്കേണ്ടത് തൗബത്തുൻ നസൂഹയാണ്. തൗബത്തുൻ നസൂഹയാണ്. അത് നിർവഹിക്കുമ്പോഴേ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, അത് നിർവഹിക്കുമ്പോഴേ പാപങ്ങൾ പൊറുക്കുകയുള്ളൂ. അത് നിർവഹിക്കുമ്പോഴേ വയുദ്ഖിലക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതുവഴി സ്വർഗ്ഗം ലഭിക്കുകയുള്ളൂ. ഏത് നിർവഹിക്കുമ്പോൾ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ല. പ്രാർത്ഥനയ്ക്ക് കൈയുയർത്തി ആമീൻ എന്ന് പറയുമ്പോൾ അല്ല. എന്റെ മുഴുവൻ പാപങ്ങളും അള്ള പൊറുക്കണമെങ്കിൽ എന്റെ ജീവിതത്തിൽ തൗബത്തുൻ നസൂഹ വരണം. തൗബ പോരാ, തൗബത്തുൻ നസൂഹ വരണം. എന്താ സഹോദരങ്ങളെ തൗബത്തുൻ നസൂഹ? എന്താ തൗബത്തുൻ നസൂഹ? അവനവന്റെ ജീവിതത്തിൽ ഞാൻ തെറ്റു ചെയ്തിട്ടുണ്ട് എന്ന ഖേദത്തോടൊപ്പം ആ തെറ്റുമായി ഞാൻ പരലോകത്തെത്തിയാൽ നരകം കിട്ടും എന്ന ഭയപ്പാടിനൊപ്പം ഞാൻ അള്ളാഹുവിനോട് യാചിച്ചാൽ അവൻ പുറത്തു തരും എന്ന ബോധ്യത്തിൽ അവനോട് നടത്തുന്ന ദുആയാണ് തൗബത്തുൻ നസൂഹ. ഒന്നുകൂടി പറയാൻ, എന്റെ ജീവിതത്തിൽ ഞാൻ തെറ്റുകൾ, ആയിരക്കണക്കിന് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യത്തോടൊപ്പം ആദ്യത് ബോധ്യം ഉണ്ടാകണം. ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. 2, ആ പാപവുമായി ഞാൻ പരലോകത്തെത്തിയാൽ അതുവഴി ഞാൻ നരകത്തിലാണ് പോവുക എന്ന പേടി മനസ്സിലുണ്ടാകണം. 3, ഞാൻ ഈ ഭയത്തോടുകൂടി കാരുണ്യവാന്റെ മുന്നിൽ യാചിച്ചാൽ അതവൻ പുറത്തു തരും എന്ന പ്രതീക്ഷയിൽ അവനോട് നടത്തുന്ന ദുആ മാത്രമാണ് തൗബത്തുൻ നസൂഹ. അതു ചെയ്താലേ പാപം പൊറുക്കുള്ളൂ, അതു ചെയ്താലേ സ്വർഗ്ഗം ഉണ്ടാകുള്ളൂ. അതു ചെയ്യാനാണ് അല്ലാഹു റമളാൻ നമ്മളോട് പറഞ്ഞത്. ഇതിപ്പോ പറയൊരു കാരണമുണ്ട്. റമളാൻ 1-ാമത്തെ ഖുത്ബയിൽ പ്രവാചകൻ പറഞ്ഞ ഒരു സംഭവം നമ്മൾ ഉദ്ധരിച്ചിരുന്നു. മദീന പള്ളിയുടെ മിമ്പറിലേക്ക് കയറുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്ന് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന എന്താണ്? മൻ അദ്റക റമളാൻ, നമ്മൾക്ക് റമളാൻ കിട്ടി, നിസ്കരിച്ചു, തറാവിസ്കരിച്ചു, സ്വതക്ക കൊടുത്തു, സക്കാത്ത് കണക്കാക്കി കൊടുത്തു, പള്ളിയുമായിട്ട് ബന്ധമുണ്ടാക്കി, ഖുർആൻ പാരായണം ചെയ്തു, ദുആകൾ ചെയ്തു, ഫലം യുഗ്ഫർ ലഹു, ഇത് മുഴുവൻ ചെയ്തിട്ടും പാപങ്ങൾ കംപ്ലീറ്റ് പൊറുക്കാത്തവർ, ദുആ ചെയ്തിട്ടുണ്ട്, പാപം മുഴുവനായി പുറത്തു കിട്ടിയില്ല. തറാവീഹ് നമസ്കരിച്ചിട്ടുണ്ട്, തറാവീഹ് കൊണ്ട് അല്ലാഹു പറഞ്ഞ കൂലി പാപം പൊറുക്കുന്നെന്നാണ്. നോമ്പ് കൊണ്ട് അല്ലാഹു പറഞ്ഞത് പാപം പൊറുക്കുമെന്നാണ്. നോമ്പ് നോറ്റിട്ടും തറാവീഹ് നമസ്കരിച്ചിട്ടും സ്വതക്ക കൊടുത്തിട്ടും പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടും ഖുർആൻ ഖത്തം തീർത്തിട്ടും പൂർണ്ണമായും പാപം പൊറുക്കാത്ത ആളുകൾ, അങ്ങനെ ഒരു ടീം ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രവാചകന്റെ വാക്ക്, ഫദഖലല്ലാഹു നാറ,
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥനയാണ്, അയാൾ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്നാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ഇന്ന് ശീലിച്ച ഒരു ദുആയുണ്ട്. ആ ദുആ എന്താ അറിയോ? പടച്ചോനെ, എന്നിൽ നിന്ന് വന്ന തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കേണമേ. അള്ളാഹുവേ, ഞാൻ ചെയ്തിട്ടുള്ള രഹസ്യവും പരസ്യവുമായ പാപങ്ങൾ പൊറുക്കേണമേ. പടച്ചോനെ, എന്നിൽ സംഭവിച്ച അബദ്ധങ്ങൾ നീ എനിക്ക് മാപ്പാക്കി തരണമേ. എന്നിട്ട് നമ്മുടെ മനസ്സിൽ എന്താ അറിയോ? മുകളിലൂടെ പ്രാർത്ഥിച്ചു പോയി ഞാൻ കൈകളിലൊക്കെ ഉമ്മ വെച്ച് ഞാൻ പുറത്തേക്കൊരു എന്റെ മനസ്സിലെന്താ അറിയോ? ഞാൻ തൗബ നടത്തിയെന്നാണ്. സഹോദരങ്ങളെ, അത് ദുആയാണ്. തൗബ എങ്ങനെയല്ല? നിസ്കാരത്തിന് രൂപണ്ട്, ഹജ്ജിന് രൂപണ്ട്, നോമ്പിന് രൂപണ്ട്, സക്കാത്തിന് രൂപണ്ട്, തൗബക്ക് രൂപണ്ട്. ആ രൂപമനുസരിച്ച് ചെയ്യണം, അപ്പോഴേ അള്ള പൊറുത്തരുള്ളൂ. അതെന്താണ്? ഹൃദയത്തിന് വേദന ഉണ്ടാകണം. എന്ത് വേദന എന്നറിയോ? പടച്ചോനെ, ഞാൻ ഈ തെറ്റുമായി പരലോകത്തെത്തിയാൽ നരകം കിട്ടും എന്ന വേദന ആദ്യനിക്കുണ്ടാകണം. ശൈത്താൻ അവിടെയാണ് നമ്മളെ പിടിച്ച്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ബാപ്പിയും ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവിയും സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് പറഞ്ഞയച്ചു. നമ്മുടെ മനസ്സുകൊണ്ട് ആലോചിക്കട്ടോ, എത്ര തെറ്റാണ് നമ്മളെ വാപ്പിമ്മിൻ ചെയ്ത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞേക്കാൻ നമ്മുടെ വാപ്പിമ്മിൻ 1000 തെറ്റ് ചെയ്തോ, 100 തെറ്റ് ചെയ്തോ, 10 തെറ്റ് ചെയ്തോ, 5 തെറ്റ് ചെയ്തോ? ഒറ്റ തെറ്റ്, ഒരേ ഒരു തെറ്റ്, അത് കഴിക്കരുത് എന്ന് പറഞ്ഞു. അത് കഴിച്ചു, പിശാച് പഴപ്പിച്ചു. ഒരൊറ്റ തെറ്റ്. അല്ലാഹു പറഞ്ഞു, സ്വർഗത്തിൽ നിൽക്കണ്ട, ഇറങ്ങിക്കോളൂ. സ്വർഗത്തിൽ നിൽക്കണ്ട, ഇറങ്ങിക്കോളൂ. വിശ്വാസികളെ, എന്റെയും നിങ്ങളുടെയും ഫോൺ വഴി മാത്രം കഴിഞ്ഞ ഒരു വർഷക്കാലം കണ്ടതും കേട്ടതും രഹസ്യ ജീവിതവും, നമ്മുടെ ലാപ്ടോപ്പും നമ്മുടെ ഫോണും നമ്മുടെ റൂമും നമ്മുടെ ബാത്റൂമും, അള്ളാഹുവിന്റെ കോടതിയിൽ സാക്ഷിയെങ്ങാനും പറഞ്ഞാൽ എത്ര പാപങ്ങൾ പടച്ചോന്റെ മുന്നിൽ ആർക്കും അറിയാത്തത്, ആരോടും പറയാത്തത്, നട്ടപ്പാതിരക്കും നട്ടുച്ചക്കും വാതിൽ കുറ്റിയിട്ട് ചെയ്തത് പരലോകത്ത് വരൂലേ? ഒരു തെറ്റിന്റെ പേരിലാണ് നമ്മളെ വാപ്പാനിമ്മാനെ അള്ള പുറത്താക്കിയത്. നമ്മൾ എത്ര തെറ്റാ കൂട്ടരെ ചെയ്തത്. പക്ഷെ ശൈത്താൻ നമ്മളെ മനസ്സിലുണ്ടാക്കിയെന്നറിയോ? മുഹമ്മദ് അബ്ദുറഹ്മാനെ, ഈ പേടിക്കണ്ടടാ, ഫാത്തിമ ഈ പേടിക്കണ്ടടാ, ഈ ശിർക്ക് ചെയ്തിട്ടില്ല, ഈ കുഫർ ചെയ്തിട്ടില്ല, ഈ ഇസ്ലാമികമായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ അനിസ്ലാമികമായി കൊന്നിട്ടില്ല, നീ ഒരാളുടെയും പറമ്പ് വളച്ചെട്ടിയിട്ടില്ല, ബാക്കിയൊക്കെ മനുഷ്യ സ്വാഭാവികല്ലേ. ഇതാണ് കൂട്ടരെ ശൈത്താനിയത്ത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുടെ കണ്ണിന്ന് കണ്ണുനീര് വരൂല, ഹൃദയം പടക്കൂല, കയ്യയാൾ ഉയർത്തൂല. ഏതെങ്കിലും ഒരു സമയം പള്ളിയിലേക്ക് വന്ന് ശാന്തമായി പടച്ചോനോട് അയാൾ പ്രാർത്ഥിക്കൂല. കാരണം ഞാൻ അതിന് മാത്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ശൈത്താൻ അയാളുടെ മനസ്സിൽ ബോധമുണ്ടാക്കിയതാണ്. അവിടുന്ന് മാറണം. നമ്മുടെ വാപ്പിമ്മയെ ഒരു തെറ്റ് ചെയ്തിട്ട് സ്വർഗത്തിന് പുറത്തായില്ലേ? അവർ രണ്ടുപേരും ഒന്നിച്ചല്ലാനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ അറിയോ? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചോനെ, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്തിട്ടുണ്ട്. പടച്ചോനെ, ഒന്നല്ലേ, അതെനിക്ക് പുറത്തൂടെ? അല്ല പടച്ചോനെ, നീ ചെയ്യണ്ട എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചോനെ അക്രമം തന്നെയാണ്. നാഥ, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് അക്രമം ചെയ്തു. ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, ആ ഒരു പാപം നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ഞങ്ങളോട് കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഉറപ്പായിട്ടും പടച്ചോനെ ഞങ്ങൾക്ക് നരകം കിട്ടും. ഉറപ്പായിട്ടും ഞങ്ങൾക്ക് നരകം കിട്ടും. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഇർഹംനി യാ അല്ലാഹ്, ഇഗ്ഫിർലി യാ അല്ലാഹ്. പടച്ചോനെ, ഞാൻ ചെയ്ത ആ വലിയ തെറ്റ് നീ എനിക്ക് പുറത്തു തരേണമേ. സഹോദരങ്ങളെ, അങ്ങനെ ഒരു ദുആ പടച്ചോനെ, ഞാൻ എന്റെ വാപ്പാനോടും മാനു സംസാരിച്ചതിൽ ദേഷ്യം വന്നപ്പോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞേക്കണ്. തൗബ ചെയ്യാൻ, പൊരുത്തപ്പെടിപ്പിക്കാൻ കഴിയുന്ന മുന്നേ വാപ്പ 6 അടി മണ്ണ് പോയിട്ടുണ്ട്. പടച്ചോനെ, ഇപ്പോൾ എനിക്ക് ഖുത്ബ കേട്ടപ്പം ബോധ്യം വന്നു, തൗബ ചെയ്യാനും പൊരുത്തപ്പെടിപ്പിക്കാനും വാപ്പല്ല പടച്ചോനെ. അല്ലാഹുവേ, ഞാൻ വാപ്പയോട് സംസാരിച്ചതിൽ വന്ന അബദ്ധം കാരുണ്യവാനായ നാഥ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച എത്ര കൂട്ടരെ നമ്മൾക്കിടയിലുണ്ട്. പടച്ചോനെ, എന്റെ ഭാര്യയോട്, എന്റെ മക്കളോട് ഞാൻ സംസാരിച്ചതിൽ
പലതും പടച്ചോനെ എന്റെ ദേഷ്യം ഞാൻ അവരോട് തീർത്തിട്ടുണ്ട്. എന്റെ ഈ കാക്കാനോട് സംസാരിച്ചതിൽ എന്റെ ദേഷ്യം വന്നിട്ടുണ്ട്. പടച്ചോനെ അത് നാളെ നീ പരലോകത്തേക്ക് കൊണ്ടുവരില്ല നാഥ, നീ എനിക്ക് പുറത്തു തരണമേ എന്ന് നമ്മൾ ചെയ്ത പാപങ്ങളെ എണ്ണി പ്രാർത്ഥിച്ച എത്ര ആളുകൾ കൂട്ടരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എത്ര മനുഷ്യന്മാര് കൂട്ടരെ നമ്മളോട് പറഞ്ഞിട്ട്, എന്നോട് നിങ്ങളുടെ എത്ര മനുഷ്യന്മാര്, എടാ ബാക്കി ആരെയും കരുതിയ പോലെയല്ലായിരുന്നു ഞാൻ നിന്നെ കരുതിയത്, ഇന്റെ കുടുംബം പോലല്ലടാ, എന്നിട്ടും നീ എന്റെ വാപ്പാനെ ചീത്ത പറഞ്ഞില്ലേ. ബാക്കി പലരും പറഞ്ഞപ്പോഴേക്ക് പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ഇന്റെ വാപ്പാനെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞപ്പം എന്റെ നെഞ്ച് പടച്ചുകണടാ. ഞാൻ അനക്കെതിരെ അല്ലാണ്ട് പറയൊന്നുമില്ല, പക്ഷെ എന്റെ ഹൃദയത്തിൽ നിന്നെങ്ങാനും വരുന്ന ദുആ നിനക്ക് ശാപമായിട്ട് വരാതെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചടാ. എത്ര മനുഷ്യന്മാര് നമ്മൾ വേദനിപ്പിച്ചവർ, നമ്മുടെ സംസാരം കൊണ്ട് കരഞ്ഞവർ, നമ്മുടെ വാക്കുകൾ കൊണ്ട് വാതിലുകൾ കുറ്റിയിട്ട് തലയണ മുഖത്തോട് ചേർത്ത് വിതുമ്പിയവർ. നമ്മക്കല്ല റമദാൻ തന്നത്. നമ്മൾ പറഞ്ഞോ പടച്ചോനെ എന്റെ വാക്കുകൊണ്ട് കരഞ്ഞോരുണ്ട്, നീ പുറത്തരണം പടച്ചോനെ. എന്റെ കച്ചവട പീടിക്ക് ആൾക്കാർ വന്നപ്പം ഞാന് ആൾക്കാരെ കണ്ടിട്ട് കുറച്ചൊക്കെ ഒന്ന് കൃത്രിമത്വം നടത്തിക്കുന്നു പടച്ചോനെ, എനിക്ക് അറിവില്ലായ്മണ്ടായി നാഥാ. ആ പൈസ കൊണ്ടാണ് ഞാൻ എന്റെ കുടുംബം പോറ്റിയത്, ആ പൈസ കൊണ്ടാണ് ഞാൻ വീട് വെച്ചത് നാഥാ. എന്ന് വന്ന അബദ്ധം നീ പുറത്ത് മാപ്പാക്കി തരണം പടച്ചോനെ. അതെന്റെ വീടിനെയും കുടുംബത്തെയും ബാധിപ്പിക്കല്ലേ എന്ന് സഹോദരങ്ങളെ നമ്മളെ തേടിയോ? ഞങ്ങൾക്ക് നമ്മൾ തേടിയോ? നമ്മളെന്താ തൗബാന്ന് വിചാരിച്ച് നമ്മൾ എഴുതിക്കണറിയോ? പടച്ചോൻ പുറത്തേരുമാറാട്ടെ, നമ്മൾ ആമീൻ എന്ന് പറയാ. നമുക്ക് സങ്കടം ഉണ്ടാണില്ല, നമുക്ക് സങ്കടം ഉണ്ടാണില്ല. സഹോദരങ്ങളെ, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ഓരോ ഖുർആനിലെ അമ്പിയാക്കന്മാരുടെ തേട്ടം മാത്രം എടുത്താൽ മതി, നമുക്ക് മനസ്സിലാവും തൗബ എന്താണ്. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. എങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചത് പടച്ചോണ്ട് പ്രാർത്ഥിക്കുന്ന തുടക്കട്ടോ, ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ചോനെ നീ മാത്രമാണ് ഇലാഹ്, സുബ്ഹാനക്, പടച്ചോനെ നീ എത്ര പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, നബിയായ ഞാൻ തെറ്റ് ചെയ്തു പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണം. മുവഹിദുകളെ, ഒരു തവണെങ്കിലും പള്ളിയിൽ ഇരുന്നിട്ടോ വീട്ടിൽ നിന്നിട്ടോ നമ്മുടെ കണ്ണിങ്ങനെ വിറച്ചിട്ട് പടച്ചോനെ ഞാൻ ഇതുപോലെ എങ്ങാനും ഖബറിലേക്ക് പോയാൽ എന്റെ അയൽവാസി, എന്റെ രഹസ്യ ജീവിതം, എന്റെ കച്ചവടം, എന്റെ പെരുമാറ്റം, എന്റെ ജീവിതത്തിന്റെ ഓരോന്നും നാഥാ എനിക്കെതിരായി പറയോലോ. ഞാൻ ഫോണിൽ കണ്ടതും ആരും അറിയാതെ സെർച്ച് ചെയ്തതും, ഞാൻ ഇവിടെ നിന്ന് ടൂർ പോകുന്ന സമയത്ത് റൂമിലെടുത്ത് ചെയ്തതും, ഞാൻ ആരാരും അറിയാതെ ചുണ്ടിനടിയിൽ വെച്ചതും പടച്ചോനെ നീ പരലോകത്ത് കൊണ്ടുവരാണെങ്കിൽ ഞാൻ ലോകത്തെ ഏറ്റവും വലിയ കുറ്റവാളിയാകുമല്ലോ. അതിന്റെ പേരിൽ കോടാനുകോടി മനുഷ്യർക്കിടയിൽ വെച്ച് ജീവിതത്തിൽ ഇന്ന് വരെ സഹിക്കാൻ കഴിയാത്ത വേദനാജനകമായ നരകത്തിലേക്ക് ഞാൻ പോകുമല്ലോ എന്നാലോചിച്ച് പടച്ചോനെ നീ എനിക്ക് പുറത്തരണം എന്ന് നമ്മൾ എത്ര കൂട്ടരും ഇത്രയായി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവായിരിക്കും. ഞാൻ ആക്ഷേപിക്കല്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യണം, ഇനിയുള്ള ദിവസമെങ്കിലും നമ്മൾ ചെയ്യണം. കാരണം നമ്മുടെ മനസ്സിൽ ശൈത്വാനിയത്ത് ഉണ്ടാക്കിയതാണ്. മോൾക്കൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയാ മതി. അല്ല കൂട്ടരെ, അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ നബിന്റെ കാലഘട്ടത്ത് ഒരു ജുഹൈന ഗോത്രത്തിൽപ്പെട്ടൊരു സഹോദരി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. കുറ്റബോധമുണ്ടായി. പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു, നബിയെ ഞാനിങ്ങനൊരു അവിഹിത ബന്ധം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഗർഭിണിയാണ്, ആ ഗർഭം പൂർത്തിയായി കുട്ടിയെ പ്രസവിച്ച് കുട്ടി മുലപ്പാല് കുടിച്ച് ഭക്ഷണം കഴിക്കുന്നത് വരെ ഇളവ് നൽകി. ആ സഹോദരിയുടെ പറഞ്ഞ ഗർഭിണിയല്ലേ, പൊയ്ക്കോളൂ, പ്രസവിച്ചതിന് ശേഷം വാ. പ്രസവം കഴിഞ്ഞ് ചോരപ്പൈതലുമായി ആ സഹോദരി വന്നു, നബിയെ പ്രസവം കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കുട്ടി ഇപ്പോൾ ഇസ്ലാമികമായി വിവാഹം കഴിഞ്ഞ ഒരാൾ വ്യഭിചരിച്ചാൽ ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്ത് എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് ശിക്ഷ. നിങ്ങളെ ഇപ്പോൾ ശിക്ഷയ്ക്ക് വിധേയമാക്കിയാൽ കുട്ടി അനാഥമാകും, ജാരസന്തതിയായിട്ട് ആളുകൾക്കിടയിൽ അറിയപ്പെടും, കുട്ടിക്ക് പാല് കിട്ടൂല, ചിലപ്പോ പട്ടിണി കടന്ന് മരിക്കും. പാല് കൊടുത്തിട്ട് വാ. എത്ര വർഷമാണ് പാല് കൊടുക്കേണ്ടത്? ഹൗലൈനി കാമിലൈൻ, 2 വർഷം. 2 വർഷം പൂർണ്ണമായും പാല് കൊടുത്തതിനു ശേഷം ആ സഹോദരി വന്നു മറ്റൊരാളെ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് ശിക്ഷാ നടപടി പൂർത്തിയാക്കി. ഭരണാധികാരി എന്നുള്ള നിലക്ക് സ്വാഭാവികമായി ശിക്ഷ നടപ്പിലാക്കുന്നതിനിടയിൽ ആ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളി സഹാബാക്കൾ ചിലരുടെ ദേഹത്ത് വന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹ്
ഒരു വ്യഭിചരിച്ച ഒരു സഹോദരിയുടെ രക്തമാണല്ലോ നമ്മുടെ ശരീരത്തിൽ വീണത്. സഹോദരങ്ങളെ, പ്രവാചകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്തറിയോ? ലഖദ് താബത് തൗബതൻ ലൗ ഖുസിമത് ബൈന 70 മിൻ അഹ്ലി മദീന ലവസിഅതുഹും. ഉമറേ, ആ വാചകം നാവുകൊണ്ട് പറയരുതട്ടോ. ആ സഹോദരിയുടെ തൗബ പടച്ചോൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവളിൽ നിന്നൊഴുകുന്ന രക്തം പടച്ചോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രക്തമാണ്. ആ പരിശുദ്ധമാക്കപ്പെട്ട രക്തം മദീനയിലെ 70 ആളുകൾക്ക് ആ തൗബയുടെ പുണ്യം വീതം വെക്കുകയാണെങ്കിൽ അതിനുപോലും ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും വലിയ പ്രതിഫലമാണ് ആ സഹോദരിക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ളത്. സഹോദരങ്ങളെ, പശ്ചാത്താപം എന്താ അറിയോ? നമ്മൾ നമ്മുടെ തെറ്റുകൾ എടുത്തു പറഞ്ഞ് പടച്ചോനോട് പ്രാർത്ഥിച്ച്, നാഥ നീയതെനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ പരലോകത്ത് ഞാൻ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തത്തിൽ അകപ്പെട്ടു പോകും എന്ന ബോധ്യത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണ്. അത് നടത്തണം. ഇഅ്തികാഫ് അതിനാണ്, ലൈലത്തുൽ ഖദ്ർ അതിനാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നതിന്റെ അർത്ഥം എന്താ കൂട്ടരെ? എന്റെ പാപങ്ങൾ പൊറുക്കുന്ന നാഥ, നീ എനിക്ക് പാപങ്ങൾ പൊറുത്തു തരേണമേ. ഞാൻ പാപം ചെയ്തിട്ടുണ്ട് എന്നാണ്. ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും ആലോചിക്കുക, ഓരോരുത്തരും സംസാരം, ഇടപാട്, രഹസ്യ ജീവിതം, പെരുമാറ്റം, സാമ്പത്തികം, ആരും അറിയാത്തത്, നമ്മളെ കൊണ്ട് വിഷമിച്ചവർ, നമ്മൾക്ക് തൗബ ചെയ്യാൻ പോലും കഴിയാതെ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മൾ കടം വാങ്ങി തിരിച്ചു കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചവർ, നമ്മൾ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇടങ്ങേറാക്കിയവർ, വിശ്വാസവഞ്ചന കാണിച്ചവർ, എത്ര മനുഷ്യരുണ്ട് കൂട്ടരെ, എത്ര മനുഷ്യരുണ്ട്. നിങ്ങൾക്കറിയില്ലേ, അള്ളാഹു ചില മനുഷ്യരുടെ പേരിൽ കള്ളൻ എന്നെഴുതി വെക്കും എന്ന് പറഞ്ഞു. സഹാബാക്കൾ ചോദിച്ചു, നബിയെ, ആരെയാണ് കള്ളൻ എഴുതി വെക്കുക? കളവ് ആവർത്തിച്ചു പറയുന്നവർ നമ്മളിൽ ഉണ്ടാകൂലേ? നമുക്ക് അള്ളാന്റെ കോടതിയിൽ കള്ളൻ എന്ന പേരുണ്ടാവൂലേ? നമ്മൾ പടച്ചോണ്ട് പറഞ്ഞിക്കണോ? ഞാൻ പറഞ്ഞിക്കണോ? അള്ളാഹുവേ, എന്റെ സംസാരത്തിൽ കളവ് അധികമായി വന്നിട്ടുണ്ട്, കദ്ദാബ് എന്നെഴുതി വെക്കല്ലേ നാഥ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിക്കണോ? സോങ്ങളെ, സ്വന്തം സഹോദരന്റെ പച്ചമാംസം, മരിച്ചു കഴിഞ്ഞ സഹോദരന്റെ പച്ചമാംസം കഴിക്കുന്നവര് സമാനമാണ് മറ്റൊരാളെ കുറ്റം പറയുന്നവൻ എന്ന് അറിയുന്നവരല്ലേ നമ്മൾ? നമ്മുടെ സംസാരത്തിന് എത്രയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ട്? നമ്മൾ അല്ലാണ്ട് പറഞ്ഞിക്കണോ? അല്ലാഹുവേ, എന്റെ സംസാരം വഴി എത്രയോ മനുഷ്യരുടെ പച്ചമാംസം വന്നു പോയിട്ടുണ്ട് നാഥ, നീ എനിക്ക് പുറത്തരണം എന്ന് സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിച്ചിക്കണോ? ആലോചിക്ക, ഓരോന്നും കഅബാലയത്തെ കുറ്റം പറയുന്നതിന് സമാനമാണ്. മറ്റൊരാളുടെ കുടുംബത്തെ ആക്ഷേപിക്കുന്നത് വൻപാപത്തിൽപ്പെട്ടതാണ്. മറ്റൊരാളുടെ പിതാവിനെയും മാതാവിനെയും ചീത്ത പറയുന്നത്, അങ്ങനെ എത്ര കുറ്റങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളെ, റമദാൻ അവസാനിക്കുകയാണ്. അവസാനത്തെ 10 അവസാനിക്കുകയാണ്. ഇഅ്തികാഫ് അവസാനിക്കുകയാണ്. ലൈലത്തുൽ ഖദ്ർ അവസാനിക്കുകയാണ്. അവസാനത്തെ ദിനരാത്രങ്ങളാണ്. ഒറ്റക്കിരിക്കുക. ഞാൻ വാപ്പാരോടും പറയാൻ, ഒറ്റക്കിരിക്കുക. 10 മിനിറ്റ് പടച്ചോനോട് ഇനിയുള്ള ദിവസങ്ങളിൽ വാതിലുകൾ കുറ്റിയിട്ട്, പള്ളിയിലാണെങ്കിൽ സമാധാനത്തൊരു സ്ഥലത്ത് വന്ന് ലൈറ്റ് ഓഫ് ആക്കി പടച്ചോനോട് ഹൃദയത്തിൽ നിന്ന് ആരാരും അറിയാതെ അവനവന്റെ പാപങ്ങൾ മുഴുവൻ നാഥന്റെ മുന്നിൽ നമ്മൾ കെട്ടഴിച്ച്, ഹൃദയം വിങ്ങും, കണ്ണുകൾ നിറയും, ചുണ്ടുകൾ വിറക്കും, കയ്യും കാലും വിറക്കും. പടച്ചോനെ, ഇങ്ങനെ കൊണ്ടുപോകല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് കാരുണ്യവാനോട് നമ്മൾ യാചിക്കണം. അള്ളാഹു പുറത്തു തരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖ്വല്ലാഹി ഇബാദല്ലാഹ്. അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ് സഹോദരങ്ങളെ. ഇൻഷാ അല്ലാഹ്, അവസാനത്തെ 10 ദിവസങ്ങളിലെ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ പോലെ അടുത്ത വർഷം ആയുസ്സുണ്ടെങ്കിലും രോഗമാണെങ്കിൽ നോമ്പോൽക്കാനോ ഇഅ്തികാഫിരിക്കാനോ പറ്റൂലെങ്കിൽ, അടുത്ത വർഷം ആയുസ്സില്ലെങ്കിലും 2 വന്നാലും ജീവിതത്തിൽ അവസാനത്തതാണെങ്കിൽ നമ്മൾക്ക് ഈ അവസാനത്തെ ദിവസങ്ങൾ കൊണ്ട് സ്വർഗം വാങ്ങാൻ കഴിയണം. അതിന് പറ്റുന്ന അത്രയും പള്ളിയായിട്ട് ബന്ധപ്പെടുക. യുവാക്കളൊക്കെ പള്ളിയായിട്ട് ബന്ധപ്പെടുക. ഉമ്മമാരും വാപ്പമാരും കുടുംബസമേതം പള്ളിക്ക് വരിക. വീട്ടിൽ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുക, വർദ്ധിപ്പിക്കുക. പറ്റുന്ന ആളുകൾ പരമാവധി അങ്ങാടിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ, നമുക്ക് പെരുന്നാൾ കഴിഞ്ഞാൽ അങ്ങാടി അവിടെ ഒഴിഞ്ഞു നിൽക്കായിരിക്കും. പോക സൗങ്ങളെ നമ്മൾ പള്ളിക്ക് വരിക,
പള്ളിക്ക് കയറുമ്പം ഒളുണ്ടാക്കി കയറിയ തഹിയ്യത്ത് സ്കരിക്കുക, 10 മിനിറ്റ് ഖുർആൻ ഓതിയിട്ട് വീണ്ടും പോയിട്ട് ഒളുണ്ടാക്കിയ ഒളുവിന്റെ 2 റക്അത്ത് സ്കരിക്കുക, സുജൂദ് കടന്ന് പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് യാചിക്കുക. നമുക്ക് അള്ളാഹു തന്ന ദിവസങ്ങളാണ്, വേറെ ആർക്കും കൊടുത്തിട്ടില്ല. സഹോദരങ്ങളെ പരമാവധി സജീവമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പെരുന്നാൾ ഇൻഷാ അല്ലാഹ് 7 മണിക്കായിരിക്കും നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ച്, സിദി ഹാജി സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും നടക്കുക ഇൻഷാ അല്ലാഹ്. 7 മണി എന്ന് പറഞ്ഞാൽ ഉമ്മമാരും എല്ലാവരും ശ്രദ്ധിക്കുക, കറക്റ്റ് 7 മണിക്ക് നമുക്ക് തുടങ്ങണം. ഇനി കാരണം അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും, വെയിൽ വന്നാൽ ഇരിക്കുന്നവർക്കും കുട്ടികൾക്കും പ്രായമായവർക്കും നല്ല ബുദ്ധിമുട്ട് വരും. അതിന്റെ മുമ്പത്തേക്ക് ആക്കണം എന്നുണ്ട്. പക്ഷെ സഹോദരിമാരെയും പ്രായമുള്ള നല്ലവരായ ആളുകളെയും പരിഗണിച്ചുകൊണ്ട് നമ്മൾ 7 മണിയാക്കിയതാണ്. 7:01 ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വരുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് മുസല്ല നിർബന്ധമായിട്ട് മറക്കാതെ കൊണ്ടുവരണം. നമ്മൾ മുസല്ല കൊണ്ടുവരാതെ ഇരിക്കരുത്. വുളു ചെയ്ത് മുസല്ലയുമായി തക്ബീറുകൾ കൂട്ടത്തോടുകൂടി ചൊല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ബാപ്പ ചൊല്ലണം. നമ്മൾ ഇസ്ലാമിക കുടുംബമാണ്, നമ്മൾ ഫോർമാലിറ്റി കുടുംബമല്ല. ബാപ്പ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ബൈക്കുമ്പോൾ പോകുമ്പോൾ ബാപ്പ ചൊല്ലുക, മക്കളെ കൊണ്ട് ചെല്ലിപ്പിക്കുക. അങ്ങനെയാണ് ഈദ്ഗാഹിലേക്ക് വരേണ്ടത്. ചെറിയ പെരുന്നാളിന് ലഘുഭക്ഷണം കഴിച്ച് വരൽ സുന്നത്താണ്, നിർബന്ധമല്ല. എന്തെങ്കിലും ചെറിയ സ്നാക്സോ ഭക്ഷണമോ കഴിച്ച് വരൽ സുന്നത്താണ്. പെരുന്നാൾ കഴിഞ്ഞ് തക്ബീർ ധ്വനികൾ മുഴക്കി വീടുകൾ സന്ദർശിച്ച് അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായിട്ട് നമ്മൾ വരണം. ഇസ്ലാമികമായ നിയമങ്ങൾ എല്ലാവർക്കും അറിയാം, എങ്കിലും പറയാൻ, മാസമുറയുള്ള സഹോദരിമാരോട് വരെ ഈദ്ഗാഹിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ വേണ്ടി പറഞ്ഞു. മാസമുറയുള്ള സഹോദരിമാർ അവർ നമസ്കാരത്തിൽ പങ്കെടുക്കേണ്ടതില്ല, പ്രാർത്ഥനയിൽ പങ്കെടുക്കട്ടെ എന്ന് പ്രവാചകന്റെ കൽപ്പനയാണ്. ഉമിർന, പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യമാണ്. ഫിത്ർ സക്കാത്ത് ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളുടെയും പേരിൽ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 8-ാം തീയതിക്കുള്ളിൽ നമ്മുടെ മഹലിൽ ഏൽപ്പിക്കേണ്ടതാണ്. സക്കാത്ത് വ്യത്യാസമുണ്ട്. ഫിത്ർ സക്കാത്ത് ആ കുടുംബത്തിലെ എല്ലാവരുടെയും പേരിൽ കൊടുക്കണം. തുഹറത്തൽ ലിസ്വാഇം, നോമ്പുകാരനായ നമ്മളുടെ നോമ്പിനിടയിൽ സംഭവിച്ച പാപങ്ങളെ, തെറ്റുകളെ, അബദ്ധങ്ങളെ പൊറുക്കാനാണ് ഒന്ന്. നമുക്ക് ശരിക്കും എന്തിനാ ഫിത്ർ സക്കാത്ത് എന്നറിയാൻ കേട്ടോ. ഒന്ന്, കൊടുക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു 30 ദിവസത്തെ നോമ്പിനിടയിൽ സംഭവിച്ച അബദ്ധങ്ങൾ പുറത്ത് അള്ളാഹു പരിഹരിച്ചു തരാനാണ് ഫിത്ർ സക്കാത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. വതുഅമത്തൽ ലിൽ മസാക്കീൻ, അതോടൊപ്പം മിസ്കീന്മാരായ ആളുകൾക്കുള്ള ഭക്ഷണവുമാണത്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ പള്ളികളിൽ നിന്ന് കൊണ്ടുവരുമ്പം നമുക്ക് വേണമെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യം അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് നന്നായി ജീവിക്കാനുള്ള തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് പറയാം, എനിക്കുള്ളത് നിങ്ങൾ ആ പാവപ്പെട്ട അദ്ദേഹത്തിന് കൂടി കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ അത് നൽകിയതിന്റെ വലിയ പുണ്യം കൂടി നമുക്കുണ്ടാവും. ആലോചിക്കുക, ദീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ 8-ാം തീയതിക്കുള്ളിൽ ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ് കൊടുക്കണം. 7 മണിക്ക് എല്ലാവരും എത്തിച്ചേരണം, വൈകരുത്. നമ്മൾക്ക് ഇസ്ലാമികമായി പ്രവാചകൻ ഒറ്റത്തവണ മാത്രമാണ് പള്ളിയിൽ നിന്ന് പെരുന്നാൾ നിസ്കരിച്ചത്, മഴ കൊണ്ട്. ബാക്കി മുഴുവൻ പള്ളിയുടെ പുറത്താണ്, ഒഴിഞ്ഞ സ്ഥലത്താണ്. അത് ഇസ്ലാമികമായ സുന്നത്താണ്. അല്ലാതെ ആളുകൾ പള്ളിയിൽ കൊള്ളാത്തതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലമല്ല അത്. ആളുകൾ കൊല്ലാത്തവന് തിരഞ്ഞെടുത്തല്ല. ആള് 10 ആളാണെങ്കിലും പള്ളിന്റെ പുറത്താ നടത്തേണ്ടി, 5 ആളാണെങ്കിലും പള്ളിന്റെ പുറത്താ നടത്തൽ സുന്നത്ത്. എഴുത്തിക്കാഫ് പള്ളിന്റെ അകത്തും പെരുന്നാള് പള്ളിക്ക് പുറത്തും. നമ്മുടെ നാട്ടിൽ സാന്ദർഭികമായിട്ട് പറയാൻ 27 രാവിനൊക്കെ എഴുത്തിക്കാഫിരിക്കേണ്ട പള്ളിയിൽ നിന്ന് ആൾക്കാരെ പാടത്തേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് പള്ളിയുടെ പുറത്ത് നടത്തേണ്ട പെരുന്നാളിന് പള്ളിന്റെ അകത്തേക്ക് കൊണ്ടുപോകുക. നബിക്ക് നേരെ ഓപ്പോസിറ്റ് ജീവിക്കുക എല്ലാ വിഷയത്തിലും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരൊറ്റ ഹദീസ് മാത്രം പറയാൻ. 2 കണ്ണുകൾ, റസൂലുള്ളാഹിന്റെ ഹദീസാട്ടോ. ഐനാനി, 2 കണ്ണുകൾ. ലാ തമസ്സഹുമാ അന്നാറു, ആ 2 കണ്ണുകൾക്ക് അള്ളാഹു ഒരിക്കലും നരകത്തിലിടൂല. ഒരിക്കലും ആ 2 കണ്ണുകളെയും അതിന്റെ ഉടമസ്ഥനെയും അള്ളാഹു നരകത്തിലിടൂല. അതിലൊന്നെന്താ രസങ്ങളെ? ഐനുൻ, കണ്ണ്. ബക്കത്ത് മിൻ ഖശിയത്തില്ല, അള്ളാഹിനെ കുറിച്ചാലോചിച്ച് അവനവന്റെ പാപത്തെ കുറിച്ചാലോചിച്ച് അള്ളാഹിന്റെ മുന്നിൽ വിതുമ്പിയ കണ്ണ് പടച്ചോ നരകത്തിലിടൂല. അതാണ് തൗബ. ഒന്ന് ശാന്തമായി 4-5 ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ഒറ്റക്കൊരു വെറുതെ 10 മിനിറ്റ് ഒന്ന് ഇരുന്ന് നോക്കി, അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താ തൗബ. 10
10 മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ മാത്രം മാത്രം അള്ളഹാനോട് നമ്മൾ സംസാരിക്കാട്ടോ വേണ്ട സോങ്ങളെ. ഞാൻ വീണ്ടും പറയാണ്, തൗബന്റെ രൂപം സംസാരാണ്. സംസാരം എങ്ങനെയാണ് സോങ്ങളെ? മൂസാ നബി അലൈഹി സ്വലാം അള്ളഹാനോട് പറഞ്ഞത്, അള്ളാഹുവേ ഞാൻ ഫിറൗന്റെ അടുക്കലേക്ക് പോവുകയാണ്, എനിക്ക് വിക്കുണ്ട്, ഹാറൂൻ എന്നെ പറഞ്ഞേക്കണം. അതാണ് സംസാര ശൈലി. നമ്മൾ അല്ലാണ്ട് എന്താ പറയേണ്ടത് അറിയോ? നമ്മൾ അല്ലാണ്ട് എങ്ങനെ തൗബ നടത്തേണ്ടത് അറിയോ? നമ്മൾ ശാന്തമായിരിക്കുക. ആദ്യം അത്തഹിയാത്തിന്റെ രൂപമാണ് തൗബത്തുൻ നസൂഹ. എങ്ങനെയാണ് അത്തഹിയാത്ത്? ആദ്യം അള്ളാഹുവിനെ സ്തുതിച്ചു, അത്തഹിയാത്തു സ്വലവാത്ത് എന്ന് പറഞ്ഞ ആദ്യം അള്ളാഹിനെ സ്തുതിച്ചു. 2 അസ്സലാമു അലൈക അയ്യുഹൻ നബി, പ്രവാചകന്റെ പേരിൽ സ്വലാത്തല്ലി. ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തു പറയാ, തൗബന്റെ രൂപാണ്. 2 പ്രവാചകന്റെ പേരിൽ സ്വലാത്തല്ലുക. 2 3 അവനവന്റെ കാര്യങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കുക. അതെങ്ങനെ സംസാരിക്കണം അറിയോ? അള്ളാഹുവേ, ഞാൻ ആരുമില്ലാത്ത സമയത്ത് ഇന്നാലിന്ന കാര്യം ചെയ്ത് അനക്കറിയാലോ പടച്ചോനെ, അതിന്റെ ജീവിതത്തിൽ പറ്റിയ തെറ്റാണ് നാഥ, പരലോകത്തേക്ക് ഈ ബാക്കിയാക്കിയല്ലേ പടച്ചോനെ, അത് ബാക്കിയാക്കി എന്റെ കുടുംബം മൊത്തം അത് കാണും, ഞാൻ അതിന്റെ പേരിൽ നരകത്ത് പോവും പടച്ചോനെ, റമദാന്റെ ശ്രേഷ്ഠത കൊണ്ട് നീ അതെനിക്ക് പുറത്തന്നെ പടച്ചോനെ എന്ന് വർത്താനം പറയാം. പടച്ചോനെ, എന്റെ കുട്ടിനോടുള്ള ദേഷ്യം വന്നപ്പോ ഞാൻ ആഞ്ഞടിച്ചുകണോനെ, അതിൽ ഞാൻ തെറ്റിനാകെ കുറച്ച് അടിച്ചിട്ടുള്ളൂ, എന്റെ ദേഷ്യം കൂടി അവന്റെ മേത്ത് തീർത്തതാ പടച്ചോനെ, ആ കുട്ടി നാളെ പരലോകത്ത് എനിക്ക് എതിരായി പറയത് പടച്ചോനെ, നീ അതെനിക്ക് പുറത്തന്നെ. നമ്മൾ ഇങ്ങനെ വർത്താനം പറയുമ്പല്ലേ നമുക്ക് മനസ്സിലാവും എന്താണ് തൗബ. അങ്ങനെ നമ്മൾ ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, റമദാനിൽ ഞങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന അബദ്ധങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ എല്ലാവർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും ദുനിയാവിൽ എന്തു പരീക്ഷണമുണ്ടായാലും ഒരിക്കൽ പോലും നരകത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വിധം ഞങ്ങളുടെ ഈമാനിനെ സുരക്ഷിതമാക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങളെ ഖബർ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, സ്വർഗാരാമങ്ങളിൽ അംബിയാ മുർസലീങ്ങളുടെ കൂടെ അള്ളാഹുവിനെ നേർക്കുനേരെ കാണുവാനുള്ള തൗഫീഖ് നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഈമാനും തഖ്വയും നീ ഞങ്ങളുടെ കുടുംബത്തിന് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയുമുള്ള മുഴുവൻ പാപങ്ങളും റഹ്മാനായ നാഥ, വദൂദായ നാഥ, ഗഫൂറായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ, ഞങ്ങളുടെ ജീവിതത്തിൽ സഹായിച്ചയാളുകൾ നാഥ നീ അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും നാഥ ഖബറിടം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ ഹലാലായ അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കാനും കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നാഥ നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഈ പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന സന്തോഷകരമായ അവസ്ഥ നാഥ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, പരിശുദ്ധ റമദാനും പരിശുദ്ധ ഖുർആനും ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയണമേ റഹ്മാനെ. അള്ളാഹുവേ, റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അബദ്ധങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഫലസ്തീനിലും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുട്ടികൾക്ക് നാഥ സമാധാനമുള്ള ജീവിതം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ വലിയ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് റഹ്മാനായ നാഥ. വിശ്വാസമനുസരിച്ച് ജീവിക്കുവാനും
ഈ നാട്ടിലെ മനുഷ്യർക്ക് സാഹോദര്യത്തിൽ ജീവിക്കാനും പറ്റുന്ന രൂപത്തിലുള്ള നല്ല വിജയങ്ങളും നല്ല റിസൾട്ടുകളും നാഥാ നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഈമാനിനെ റമദാനിന് ശേഷവും നിലനിർത്തേണമേ റഹ്മാനെ. അല്ലാഹുവേ തഖ്വയെ റമദാനിന് ശേഷവും നിലനിർത്തേണമേ റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടേണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. آمين 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 برحمتك يا أرحم الراحمين.